നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നടന്നു. ഏവരും ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. എന്തായാലും ഇരുവരുടെ വാർത്താ സമ്മേളനം, ഈ സമ്മേളനത്തിനിടെ അദാനിക്കെതിരായ കേസിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഉയരുകയും അതിന് പ്രധാനമന്ത്രി അതൃപ്തിയോടെ മറുപടി നൽകുകയും ചെയ്തു. വ്യക്തികൾക്കെതിരായ കേസല്ല, രണ്ട് നേതാക്കൾ ചർച്ച ചെയ്യുന്നത് എന്നായിരുന്നു മോദിയുടെ മറുപടി. ഗൗതം അദാനിക്കെതിരായ കേസിൽ നടപടിയെടുക്കാൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടോ എന്ന് ഒരു ചോദ്യം ഉയർന്നിരുന്നു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും വസുദൈവ കുടുംബകം എന്താണ് നമ്മുടെ സംസ്കാരമെന്നും മോദി മറുപടി പറഞ്ഞു. ലോകത്താകെ നമ്മൾ കുടുംബമായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ഇന്ത്യക്കാരെ ഞാൻ എന്റേതായാണ് കാണുന്നത്. ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല രണ്ട് രാഷ്ട്ര നേതാക്കൾ കാണുന്നതെന്നും സംസാരിക്കുന്നതെന്നും അദ്ദേഹം മറുപടി നൽകി. അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായിരുന്നു ഈ അദാനിയെക്കുറിച്ച് ഇത്തരത്തിലൊരു ചോദ്യം ഇരു നേതാക്കന്മാരുടെയും വാർത്താ സമ്മേളനത്തിനിടെ ഉന്നയിച്ചത്. രോഷവും അതൃപ്തിയും പ്രകടമാക്കിയായിരുന്നു നരേന്ദ്രമോദി മറുപടി നൽകിയത്. രണ്ടു നേതാക്കൾ തമ്മിൽ ഇതല്ല ചർച്ച ചെയ്യുന്നതെന്ന് വിശദീകരിക്കാൻ മോദി ശ്രമിച്ചു. അദാനി തന്റെ മിത്രമാണെന്ന വിശേഷണം തള്ളിക്കളയുക എന്ന ഒരു ശ്രമം കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അദാനിക്കെതിരെ US കോടതിയിലുള്ള കേസിൽ പാർലമെന്റിലെ പ്രസംഗത്തിലും മോദി മറുപടി നൽകിയില്ല എന്നതും ശ്രദ്ധേയം. വിഷയത്തിൽ ഇന്ത്യയിൽ മൗനം പാലിക്കുകയാണ് അദ്ദേഹം. എന്തായാലും ഈ ട്രംപിന്റെയും മോദിയുടെയും വാർത്താ സമ്മേളനത്തിനിടെയാണ് അദാനിയെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നു വന്നത്. എന്തായാലും പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കി എടുത്തിട്ടുണ്ട്. വിഷയത്തിൽ ഇന്ത്യയിൽ മൗനം പാലിക്കുന്ന മോദി അമേരിക്കയിൽ പ്രതികരിക്കേണ്ടി വന്നപ്പോൾ അദാനിയെ വെള്ളപൂശിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അദാനിക്ക് നൽകുന്ന സേവനങ്ങൾ മോദിക്ക് രാഷ്ട്ര നിർമ്മാണമാണ്. രാജ്യസമ്പത്ത് കൊള്ളയടിച്ചതും അഴിമതിയും എങ്ങനെ അദാനിക്കെതിരായ വ്യക്തിപരമായ കേസാകുമെന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കുന്ന റാക്കറ്റ് ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മോദി പറഞ്ഞെങ്കിലും ഇന്ത്യക്കാരെ ചങ്ങലയിട്ടതിൽ ആശങ്ക അറിയിച്ചോ എന്നതിൽ മൗനം പാലിച്ചു. പിന്നീട് വിദേശകാര്യ സെക്രട്ടറിയും ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ല. കൂടുതൽ ഇന്ത്യക്കാരെ തിരിച്ചയക്കാനും അമേരിക്ക തയ്യാറെടുക്കുകയാണ്. നാളെ മറ്റന്നാളുമായി 2 വിമാനങ്ങളായി 120 പേർ കൂടി അമൃത്സറിൽ ഇറങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 487 പേരുടെ പട്ടികയാണ് അമേരിക്ക നേരത്തെ കൈമാറിയത്. മാത്രമല്ല, ഇന്ത്യക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പ് ട്രംപ് മോദിയുടെ സാന്നിധ്യത്തിലും വ്യാപാര കരാറിനായി ചർച്ച നടത്തി ഇക്കാര്യത്തിലെ തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ അമേരിക്ക സമ്മതിച്ചതാണ് മോദിയുടെ സന്ദർശനത്തിലൂടെ കേന്ദ്ര സർക്കാരിന് കിട്ടിയ ഏക ഗുണം എന്നതാണ് ഒരു വിലയിരുത്തൽ. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗൗതം അദാനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ചർച്ചയായിട്ടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. വ്യക്തിപരമായ കാര്യങ്ങൾ ഉഭയകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന കുറിക്കൊള്ളുന്ന മറുപടിയാണ് മോദി നൽകിയത്. അദാനി ഗ്രൂപ്പ് മേധാവി ഗൗതം അദാനിക്കെതിരെ US പ്രോസിക്യൂട്ടർമാർ ചുമത്തിയ കൈക്കൂലി വഞ്ചനാ കുറ്റങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നായിരുന്നു പ്രധാനമന്ത്രി ഒഴിഞ്ഞുമാറിയതെന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.